ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഫാമിലി ട്രിപ്പിന് പോയിട്ടുള്ള സ്ഥലമാണ് പരിചയപ്പെടുന്നത്. ദേവരിക്കാണ് ഞങ്ങളുടെ ഫാമിലി ട്രിപ്പിൽ ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. എല്ലാവരും ഒരേ വൈബിലുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളോ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരുടെ ആ ഒരു വൈബാണ് നമ്മുടെ യാത്രയെ മനോഹരമാക്കുന്നത് അല്ലേ. നമ്മൾ കുറേ കേട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, പക്ഷേ അത് സത്യമാണെന്നുള്ളത് ഞങ്ങളുടെ ഈ ഫാമിലി ട്രിപ്പിലും അത് തെളിയിച്ചു കഴിഞ്ഞു. നല്ലൊരു വൈബുള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു. ഞങ്ങൾ പോയത് എറണാകുളം ജില്ലയിലെ കൊഴുപ്പള്ളിയിലുള്ള ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോയത്. ഇതാണ് അതിൻ്റെ റിസപ്ഷൻ. ഒരു പരമ്പരാഗത രീതിയിലുള്ളൊരു ഹട്ട് മോഡലിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്ക് ഒരു റിസോർട്ട് അറ്റാച്ച്ഡ് ആണ്. പക്ഷേ ഞങ്ങൾ റിസോർട്ടിലേക്കല്ല ബുക്ക് ചെയ്തിട്ടുള്ളത്, പാർക്കിലേക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല വൈഡ് ഏരിയ ഉള്ള ഒരു പ്ലേസ് തന്നെയാണ്, നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്കൊരു ടാഗ് അവർ നമ്മുടെ അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷം നമുക്കൊരു ടാഗ് അവർ കയ്യിൽ കെട്ടിത്തരും. ഈ ടാഗ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ റൈഡുകളിലൊക്കെ കയറുക. റൈഡിലിവിടെ മെയിനായിട്ടും പ്രധാനമായിട്ടുള്ളത് റോപ്പ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റീസുമാണ് ഉള്ളത്. പിന്നെ കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള കിഡ്സ് ഏരിയ, പ്ലേ ഏരിയയും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ 12 വയസ്സിന് മീതിയുള്ള കുട്ടികൾക്കാണ് ഇവിടെ കളിക്കുക, അതായത് റോപ്പ് ആക്ടിവിറ്റീസിൽ ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം റോപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സൈക്ലിംഗ് ഉണ്ട്, അപ്പോൾ അത് പെഡലും കാലെത്തുന്നതിനായിട്ട് ഹൈറ്റ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരൊരു മിനിമം ഒരു ഏജ് വെച്ചിരിക്കുന്നത് 12 വയസ്സാണ്. 12 വയസ്സിന് താഴെയുള്ളവർക്ക് അത്രയും ഹൈറ്റ് ഉണ്ടെങ്കിൽ റോപ്പ് ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ റോപ്പ് ആക്ടിവിറ്റീസിലേക്കാണ് ചെയ്യാനായിട്ടാണ് പോയത്. നമുക്കവർ നമ്മുടെ തലയിലിടുന്നതിനുള്ള തൊപ്പിയും അതേപോലെ തന്നെ അവരുടെ എന്താ പറയുക സാധന സാമഗ്രികളെല്ലാം നമ്മളെ അണിയിച്ച് ആക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നല്ല സേഫായിട്ട് തന്നെയാണ് ഓരോ ആക്ടിവിറ്റീസും ചെയ്തത്. കയ്യിൽ ഗ്ലൗസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഗ്ലൗസൊക്കെ ഇട്ടപ്പോൾ ഉള്ള ഒരു ഷൈനിങ് ആണ് ഞങ്ങളുടെ ഇവിടെ കാണുന്നത്. ഫോട്ടോഷൂട്ടാണ് ഞങ്ങളുടെ ഇവിടെ കാണുന്നത്. നല്ലൊരു ഹാപ്പി മൊമെൻറ്റ്സ് തന്നെയായിരുന്നു കേട്ടോ, എല്ലാവരും കൂടിയിട്ട് ഒരേ വൈബിലിങ്ങനെ നിൽക്കുമ്പോൾ. അതിനുശേഷം ഞങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പോയി. ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും മഴക്കാറ് വന്ന് ഞങ്ങളിങ്ങനെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ മഴക്കാർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, മഴ അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് പോയുള്ളൂ. കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു. നമ്മുടെ റോപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ഡ്രോണിൻ്റെ ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഡ്രോണിന് 300 രൂപ പെർ ഹെഡ് ചാർജ് കൊടുക്കണം. ഞങ്ങളുടെ കയ്യിലുള്ള ഫോണൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ റോപ്പ് ആക്ടിവിറ്റീസിലെ സൈക്ലിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ലെങ്തി തന്നെ നമ്മൾ സൈക്ലിംഗ് ഉണ്ട് കേട്ടോ. അതുപോലെ അങ്ങോട്ടും സൈക്ലിംഗ് ചെയ്യണം, ഇങ്ങോട്ട് തിരിച്ചും സൈക്ലിംഗ് ഉണ്ട്. ഈവൻ നമ്മൾ കാണുമ്പോൾ ഈ ഒരു ആക്ടിവിറ്റി സിമ്പിളാണ്, പക്ഷേ ഇതാണ് നമുക്ക് കുറച്ചും കൂടി റിസ്കി ആയിട്ട് തോന്നിയത്. ഓരോ റോപ്പ് ഇങ്ങനെ പിടിച്ച് എന്താ പറയുക, ഈ പലകേമ ചവിട്ടി അറ്റം വരെ എത്തുന്നത് കുറച്ച് റിസ്കി ആയിട്ട് നമുക്ക് തോന്നി. പക്ഷേ എന്നാലും ചെയ്ത് കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഒരു എന്താ പറയുക, ഒരു ധീരൻ്റെ പോലെയാണ് നമുക്ക് തോന്നിയത്. കാരണം കുറേ പേര് അത് ചെയ്യാൻ പറ്റാതെ മടങ്ങിപ്പോരാണ് ചെയ്തത്. പിന്നെ ഈ ഒരു സംഭവം റോപ്പ് ആക്ടിവിറ്റി 2 കുട്ടികൾ കൂടി ചേർന്നിട്ട് ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അവരുടെ വെയിറ്റൊക്കെ നോക്കി 2 പേർക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരങ്ങനെ കയറ്റുന്നതാണ്. പിന്നെ ഇതേപോലെ ഒരു നൂൽപ്പാലൊക്കെ ഉണ്ട്. രസമായിട്ട് നമുക്ക് പോവാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്കിൻ്റെ മെയിൻ ഒരു വ്യൂ എന്ന് പറയുന്നത് ഫുള്ള് കായലോരമാണ്. നല്ല ഭംഗിയായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സാണ് അവിടെ. ഫുള്ള് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ പോകുമ്പോൾ അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജാണ്. റോപ്പ് ആക്ടിവിറ്റീസ് എല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ലഞ്ചിന് ഇവിടെ നമ്മുടെ പാർക്കിൻ്റെ ഉള്ളിലെ ക്യാൻറ്റീൻ അവൈലബിൾ അല്ല. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൽ നമ്മൾ ഭക്ഷണം ബുക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു. പക്ഷേ അവിടെ അന്നത്തെ ദിവസം റഷായ കാരണം ബുക്കിംഗ് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണിയും കാര്യങ്ങളാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിക്കുന്നതിനുള്ള സ്പേസ്, നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ടുള്ള സ്പേസ് നമ്മുടെ ഈ പാർക്കിൽ അവൈലബിൾ ആണ്. സാധാരണ ഒരു പാർക്കിലും പുറമേ നിന്നുള്ള ഫുഡ് അവർ സമ്മതിക്കാറില്ല, പക്ഷേ ഇവരെ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളാണെങ്കിലും ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് ഇവിടെ കഴിക്കാനായിട്ട് സാധിക്കും. പിന്നെ വൃത്തിയായിട്ടുള്ള ബാത്റൂമും അതുപോലെ തന്നെ വാഷ് ഏരിയ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു.
ലഞ്ച് കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് റീൽസിൻ്റെ സ്റ്റെപ്പൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വാട്ടർ ആക്ടിവിറ്റീസിലേക്കാണ് കടന്നത്. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം അവിടുത്തെ ഗൈഡുമാർ നമുക്ക് അണിയിച്ചു തന്നു. അങ്ങനെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ വാട്ടർ ആക്ടിവിറ്റീസായിട്ട് അവിടെ കയാക്കിംഗ് ഉണ്ട്, പെഡൽ ബോട്ടിംഗ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കയാക്കിംഗ് ഡബിളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിളായിട്ടും ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ പാർക്കിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരെയും ഇവിടെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ മുതിർന്നവർക്കാണ് കൂടുതലും റോപ്പ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുക. പക്ഷേ നമ്മൾ കൂടെ വരുന്ന കുട്ടികൾക്ക് അവർ മനോഹരമായൊരു പ്ലേ ഏരിയ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ കുട്ടികൾ നന്നായിട്ട് അവർ എൻജോയ് ചെയ്തു. ആ കാരണം ആർക്കും ഒരു നഷ്ടമായിട്ട് തോന്നിയില്ല നമ്മുടെ ഇപ്രാവശ്യത്തെ ട്രിപ്പ്. പിന്നെ അതേപോലെ നമ്മൾ റോപ്പ് ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് മുതിർന്നവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളുടെ ചെറിയൊരു രീതിയിലുള്ള റോപ്പ് ആക്ടിവിറ്റീസുകൾ അവരിവിടെ നമ്മുടെ പ്ലേ ഏരിയയിൽ, കിഡ്സിനുള്ള പ്ലേ ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് കയറി അഡ്വഞ്ചർ ഐറ്റംസിലൊക്കെ അവർക്ക് പങ്കെടുത്തപ്പോൾ വളരെയധികം സന്തോഷം അവർക്കും തോന്നി. സ്ലോവിലെ അടിക്കോ. അതേപോലെ ഈ പാർക്കിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ പാർക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മനോഹരമായ കൊഴുപ്പള്ളി ബീച്ചുമാണ്. അങ്ങനെ ഒരു നല്ലൊരു പ്രത്യേകതയാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊരു ബീച്ച്. ചെറുതായിട്ട് മഴ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, മഴ തൂളി തൂളി പോകുന്നുണ്ട്. നമ്മുടെ ബീച്ചിലായാലും മനോഹരമായ നല്ല ഒരു കൊട പോലെയൊക്കെ ഉണ്ട്. നന്നായിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ട് നല്ല സ്ഥലങ്ങളാണ്. നല്ല ഭംഗിയുള്ള നീറ്റായിട്ടുള്ള ബീച്ച് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ നമ്മുടെ ഈ അഡ്വഞ്ചർ പാർക്കിലേക്ക് വരുമ്പോൾ കൊഴുപ്പള്ളി ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കൂടി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വേനൽ മഴ ശക്തമായതിനാൽ, തീരെ കൂടുതലായതിനാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല, കടലിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് കരയ്ക്ക് അടുപ്പിച്ച് കിടക്കുകയായിരുന്നു. ആ കാരണം അത് ഞങ്ങൾക്കൊരു നഷ്ടബോധമായി തോന്നി. പക്ഷെ ഞങ്ങളത് വിട്ടുകൊടുക്കാനൊന്നും സമ്മതിച്ചില്ല. ഞങ്ങളെന്താ ചെയ്തതെന്ന് അറിയാം, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്മേൽ കയറിയിട്ട്, കരയിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്മേൽ കയറിയിട്ട് ജസ്റ്റ് അതൊന്ന് നമ്മുടെ ബീച്ചിലാണെങ്കിൽ കടലിലാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്തു. നമ്മളാരാ മക്കൾ. അങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്ത് 5 മണിയോട് കൂടി ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ഞങ്ങളുടെ ഫാമിലി ട്രിപ്പിന്റെ റിവ്യൂ കേൾക്കണ്ടേ? ടൂർ അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും മനോഹരമായിട്ട് അടിച്ചു പൊളിച്ചു. ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ ടൂറാണ്. അടിച്ചു പൊളിച്ചു. സൂപ്പർ.